Hello guys, I will video main maybe if plus 1 exam plus 1 exam max tough maybe public exam public exam public exam mark max fail max below average expectation public exam average students in max mark average A plus just pass mark section plus 1 exam Christmas exam max Christmas exam tension because I tension feelings you can see this video. We will video. Max full 8 out of 80 video. Model exam and final exam max exam attend experience corrected help live videos NCERT solve detailed video video out of 80 video just model exam start experience പക്ഷേ ഞാൻ അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആ ഒരു സ്റ്റോറിയാണ് ആ ഒരു സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ടീച്ചേഴ്സിനെ അറിയായിരിക്കും ഒരു രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ ഒരു മാത്സ് ടീച്ചറും ഉണ്ട് എൻ്റെ ക്ലാസ് ടീച്ചറും ഉണ്ട് ഷൈമ ടീച്ചർ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാം പിന്നെ എൻ്റെ അമ്മയ്ക്ക് അറിയാം പിന്നെ എനിക്കറിയാം അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനും ഈ ഒരു കാര്യം അറിയാൻ കേട്ടോ അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്കും ആണെങ്കിൽ എന്താണ് എൻ്റെ പല ഫ്രണ്ട്സും വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഓ അവൾ വലിയ പഠിപ്പിയാണല്ലോ അല്ലെങ്കിൽ അവൾ വലിയ ഇതാണല്ലോ അവൾ എന്തിനാണ് ഇങ്ങനെ ഒന്ന് പറയുന്നത് അവൾ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷെ അല്ല ഞാൻ പറയുന്ന കാര്യം 100% സത്യമാണ് 100% എൻ്റെ ലൈഫിൽ അപ്പോഴേ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ +1 ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം +1 ക്രിസ്മസ് എക്സാമിന് എനിക്ക് ഉണ്ടായിരുന്ന സബ്ജക്റ്റിൽ എനിക്ക് ആകെപ്പാടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് മാത്സ് ആയിരുന്നു പിന്നെ എൻ്റെ കെമിസ്ട്രിയുടെ എക്സാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല എക്സാം തന്നെ ആയിരുന്നു പക്ഷെ ഞാൻ അത്ര വൃത്തിക്ക് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് +1 കെമിസ്ട്രിയുടെ എക്സാമും കുറച്ച് പ്രശ്നമായിരുന്നു അത് ഞാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അപ്പം എനിക്ക് ടോട്ടലി +1 ക്രിസ്മസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സുവോളജി എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെങ്കിലും സുവോളജി എനിക്ക് എപ്പോഴും പഠിക്കാൻ ടൈം കിട്ടാറില്ല അങ്ങനെ എനിക്ക് ബോട്ടണിക്കായിരിക്കും മാർക്ക് കൂടുതൽ കിട്ടുന്നത് പക്ഷേ സുവോളജി ആയിരിക്കും എനിക്ക് കുറച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് അങ്ങനെയാണത് അതിൻ്റെ ഒരു ഇത് രണ്ടുമായിരുന്നു എൻ്റെ +1 ആകെപ്പാടെ ഇത്തിരി പ്രശ്നം വന്ന രണ്ട് സബ്ജക്റ്റ് പറയുന്നത് പക്ഷേ എന്താണ് +1 ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ക്രിസ്മസ് വെക്കേഷൻ കിട്ടിയിട്ട് കൂടിയും എന്താണ് എനിക്ക് ഞാൻ NSSലുണ്ട് അപ്പോൾ NSSന്റെ ക്യാമ്പിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു 7 ദിവസത്തെ ക്യാമ്പായിരുന്നു അപ്പോൾ ക്യാമ്പിന് പോയി ക്യാമ്പിന് ആകെപ്പാടെ ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ തലേന്ന് ഞങ്ങൾ വന്നു എന്നിട്ട് ക്രിസ്മസിന് അന്ന് വൈകിട്ട് തിരിച്ചു പോവുകയും ചെയ്തു ആ ഒരു ദിവസം മാത്രമാണ് അവധി കിട്ടിയത് അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുന്നേ വരെ 2 ദിവസം സ്കൂൾ തുറക്കുന്നതിന് 1 ദിവസം മുന്നേ വരെ തലേന്നല്ല ഒരു ദിവസം മുന്നേ വരെ ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ അവധിയും കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലോട്ട് പോയത് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ക്രിസ്മസ് എക്സാം ഞാൻ പ്രത്യേകിച്ച് ഒന്നുമേ ചെയ്തിട്ടില്ല അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മാത്സ് അറിയത്തില്ലായിരുന്നു എനിക്ക് ബയോളജിയിലെ കുറേ ചാപ്റ്റേഴ്സ് അറിയത്തില്ലായിരുന്നു മാത്സ് അറിയത്തില്ലായിരുന്നു കെമിസ്ട്രി അറിയത്തില്ലായിരുന്നു അങ്ങനെ കുറേ സബ്ജക്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു ജനുവരി ഞാൻ ഇങ്ങനെ കളിച്ച് നടന്നു എന്നിട്ട് ഫെബ്രുവരി തുടങ്ങാറായപ്പോഴത്തേക്കും എനിക്ക് അറിയത്തില്ല എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അയ്യോ മോൾ എക്സാം ആറായാലും മോൾ എക്സാമിന് എന്തോ ചെയ്യും മോൾ എക്സാം നമ്മൾ മൊത്തം എന്തായാലും പഠിച്ചെഴുതേണ്ട എക്സാമാണ് പക്ഷെ മൊത്തം പഠിച്ചെഴുതാൻ പറ്റത്തില്ല കാരണം അട്ടിപ്പിച്ച എക്സാമാണ് നമുക്ക് മാക്സിമം പോർഷൻസ് കവർ ചെയ്ത് എഴുതുക എന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തേക്ക് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മോഡൽ എക്സാമിന് കുറച്ചുകൂടെ പഠിക്കാൻ ഈസി ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ബയോളജി അറിയത്തില്ല സുവോളജി എനിക്ക് കുറേ ചാപ്റ്റേഴ്സ് അറിയത്തേ ഇല്ല ഞാൻ എന്തോ ചെയ്യുന്നത് എനിക്ക് മാത്സ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഈ ഒരു അവസ്ഥയിലായിരുന്നു നമുക്ക് ഒരു ഫെബ്രുവരി 17 തൊട്ട് ഒരു 22, 21 വരെ കണ്ടായിരുന്നു ഞങ്ങളുടെ മോഡൽ എക്സാം വരുന്നുണ്ടായിരുന്നു അപ്പോൾ മോഡൽ എക്സാം ആയതിൽ ഞാൻ അത്യാവശ്യം നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദി ഇംഗ്ലീഷ് നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫിസിക്സും ഒരു ഇതെങ്ങനെ അറ്റൻഡ് ചെയ്തു സുവോളജിയും ബോട്ടണിയും അത്യാവശ്യം നല്ലോണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫെബ്രുവരിയുടെ തുടക്കത്തിലാണ് ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ പഠിക്കണമല്ലോ എന്നുള്ളൊരു ഇത് വരുന്നുള്ളത് അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോളജി ആയിരുന്നു അപ്പോൾ ബയോളജിയിൽ ഞാൻ സുവോളജി മാക്സിമം
എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോർഷൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ സുവോളജിയിൽ ഓരോ ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരാഴ്ചയിൽ ഞാൻ ലീവൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കണ്ട് ലീവ് എടുക്കും. പിന്നെ അല്ലാതെ കിട്ടുന്ന ദിവസങ്ങൾ വെച്ചിട്ട് ശനിയാണെങ്കിലും ഞായറാണെങ്കിലും ഞാൻ ഭയങ്കര എക്സാമാണ് പഠിക്കാൻ ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാൻ സുവോളജി ഏകദേശം എനിക്ക് ബാക്ക്ലോഗ് ആയിട്ട് കടന്നത് മൊത്തവും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു മോഡൽ എക്സാമിന് മുന്നേ. അങ്ങനെയാണ് ഞാൻ മൊത്തം ഏകദേശം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മോഡൽ എക്സാമിന് കുറച്ച് ദിവസം മുന്നേ ആയതുകൊണ്ട് തന്നെയും എനിക്ക് മോഡൽ എക്സാമിന് ബോട്ടണി സുവോളജി അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. മാത്സ് എനിക്ക് എന്തോ ചെയ്യുന്നത്, എനിക്ക് കംപ്ലീറ്റ്ലി മാത്സ് എന്തോ ചെയ്യുന്നത് ഒന്നും അറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിന്റെ പബ്ലിക് എക്സാം ചിലപ്പോൾ ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 10ലോ 9ലോ പോയി എഴുതുന്നത് പോലെ അല്ല ഒരു +1 പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് റിസൾട്ട് ആയിട്ട് ഇങ്ങനെ വരുന്നൊരു കാര്യമാണ്. 10ലെ കൂട്ട് റിസൾട്ടായിട്ട് പബ്ലിഷ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു എന്തോ ചെയ്യും മാത്സ് കാരണം. എന്നിട്ടും ഞാൻ ഒരുവിധമൊക്കെ പോർഷൻസ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതി എനിക്ക് അറിയാവുന്ന പോർഷൻസ് ഒക്കെ വൃത്തിക്ക് പഠിച്ചു പോയിട്ടും ഞങ്ങളുടെ മോഡൽ എക്സാം അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എല്ലാം ഇവിടെ തീർന്നു. കാരണം ഇവിടെ മോഡൽ എക്സാം കഴിയുമ്പോഴത്തേക്കും മാത്സിന് മോഡൽ എക്സാം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ചെയ്യണമെന്ന് ശരിക്കും ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു എനിക്ക്. കാരണം ഞാൻ അത്രയും തകർന്നിരിക്കുന്ന ടൈമായിരുന്നു. കാരണം എനിക്കറിയാം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് ഒന്നും ആവാൻ പോകുന്നില്ല. ഒന്നാമതേ എക്സാം ഒക്കെ ടഫായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്സ് കയറി ടഫാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ കഴിഞ്ഞു എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മോഡൽ എക്സാം ഓരോ എക്സാം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ചിട്ട് ടീച്ചേഴ്സ് അതിൻ്റെ പേപ്പേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ എക്സാം കഴിഞ്ഞ് പേപ്പേഴ്സ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ പേപ്പർ എൻ്റെ മാത്സ് ടീച്ചർ ചെക്ക് ചെയ്തു. ഇവരെ ചെക്ക് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഒന്നിച്ച് സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം എനിക്ക് 30 മാർക്കാണ് വരുന്നുള്ളത്. 30 മാർക്ക് എങ്ങാണ്ട് കഷ്ടിച്ച് വരുന്നതേ ഉള്ളൂ. അത് പിന്നെ എങ്ങനെയോ നോക്കി ടീച്ചർ റൗണ്ട് ചെയ്ത് 32 ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് 32 മാർക്കാണ് എൻ്റെ പേപ്പറിൽ കിടക്കുന്നത്. പക്ഷെ അത് എങ്ങനെ റൗണ്ട് ചെയ്ത് വന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിരിക്കുകയാണ്. അപ്പം 32 മാർക്കാണ് ഉള്ളത്. അപ്പം അന്ന് എനിക്ക് ടഫ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ 32 മാർക്ക് എന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാനായിട്ട് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനത് ഇതൊക്കെ വിട്ടേനെ. അപ്പോൾ ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ടീച്ചറും ഉണ്ട് മാത്സ് ടീച്ചറും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരോട് ഇരിക്കുകയാണ്. അപ്പം ഷൈമ ടീച്ചർ അതായത് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്നതുപോലെ ആയിത്തയുടെ മോഡൽ എക്സാമിൻ്റെ മാത്സിൻ്റെ പേപ്പർ ചെക്ക് ചെയ്തപ്പം 32 മാർക്ക് തികച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പബ്ലിക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അമ്മയടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഭയങ്കര ഇതായി. അമ്മ എൻ്റെ അടുത്ത് ആദ്യം മുതലേ പറയുന്നത് നിനക്ക് ട്യൂഷന് പോകണമെങ്കിൽ ട്യൂഷന് പോകും, മാത്സിൻ്റെ ട്യൂഷൻ പോകണോ ഇതിന് പോകുന്നൊക്കെ എന്നോട് എപ്പോഴും വന്ന് പറയും. ഞാനിതൊന്നും മൈൻഡ് ആക്കത്തില്ല, എനിക്ക് ട്യൂഷൻ വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിനെ അന്നേരം അങ്ങോട്ട് വിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുവേ. പക്ഷെ ലാസ്റ്റ് പോയിന്റിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് വന്ന് അമ്മയെ കൂടെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ടീച്ചർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല എന്തോ പറയണം, ഞാൻ എന്തോ ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും മാത്സ് സെറ്റാക്കിയ പറ്റത്തുള്ളൊരു മൈൻഡായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ നോർമലി സൈലത്തിൻ്റെയാണ് മാത്സ് ഫോളോ ചെയ്യുന്നത്. ഞാൻ 9ാം ക്ലാസ് തൊട്ട് ചിലപ്പോൾ ശീലിച്ച് വന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ഫൂഫ് സാറിൻ്റെ ക്ലാസ്സാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ പോലെ സൈലം ഒരു സംഭവം കൊണ്ടുവരികയാണ്, ലൈവ് കൊണ്ടുവരികയാണ്. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈമിലാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തിങ്കളാഴ്ച എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. മോഡൽ എക്സാം വെള്ളിയാഴ്ച എപ്പോഴോ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എങ്ങാണ്ടാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ശനിയാഴ്ച എപ്പോഴും കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഒരു പ്ലാനിങ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ലൈവിൽ പറയുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ്, മാത്സ്, ബയോളജി ഇതിന് 3 ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു ലൈവ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർച്ച് 2 or 3 വരെ കണ്ട് ലൈവ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാർച്ച് 4 വരെ കണ്ട് മാർച്ച് 3 വരെ കണ്ട് ലൈവ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് മാർച്ച് 6 ഞങ്ങളുടെ ഹിന്ദിയുടെ പബ്ലിക് എക്സാം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 4, 5 ഹിന്ദിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, 4, 5, 6 ഹിന്ദിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോഴും 3-ാം തീയതി വരെ നമുക്ക് ലൈവാണ്. പബ്ലിക് എക്സാം കഴിഞ്ഞിട്ടുള്ള മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ ഒരു 22 തൊട്ട് 28 വരെയും പിന്നെ ഒരു 1, 2, 3 ഒരു 3 ദിവസം ഇത്രയും ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം അവർ ലൈവ് വെക്കുകയാണ്. അപ്പോൾ ലൈവ് വെക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആ ലൈവിൽ എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഈ ലൈവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാത്സിൻ്റെ കാര്യങ്ങൾ
സോൾവ് ചെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൻ്റെ എൻസാറ്റിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, എൻസാറ്റിലുള്ള അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആ ലൈവിൽ സോൾവ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റ് എടുത്ത് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻസാറ്റിലുള്ള മിക്ക ക്വസ്റ്റ്യൻസും ആ ഒരു ലൈവിൽ സോൾവ് ചെയ്യണം. ആ ഒരു ലൈവിൽ തന്നെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ബാച്ചിലുള്ള സ്റ്റുഡൻസ് വെറും പൊട്ടന്മാരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ് ഞാൻ ആ ലൈവിൻ്റെ അടിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലും എന്താണ് എൻസാറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നുണ്ട്. അത് കൂടാതെ എന്തോ ഇവർ ലൈവ് എടുത്തപ്പോൾ ആ ലൈവിലും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ലൈവിലൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബ് ക്ലാസ് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ലൈവ് കഴിഞ്ഞിട്ട് ഓരോ ലൈവ് കഴിയുമല്ലോ, കഴിയുന്നതിനനുസരിച്ചായിരുന്നു ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ മാർച്ച് 4 വരെയും കണ്ടിട്ടുണ്ട്. മാർച്ച് 5-ന് പിന്നെ നമുക്ക് മാർച്ച് 6-ാം തീയതി എക്സാം ആയതുകൊണ്ട് അതിൻ്റെ പഠിക്കണം. അപ്പോൾ മാർച്ച് 4 വരെ ഞാൻ ലൈവ് ഫോളോ ചെയ്യായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടത് മാത്സ് മാത്രമാണ്, ഫിസിക്സും ബയോളജിയും ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് മാത്സ് ആണ് ടഫ്, അതുകൊണ്ട് മാത്സ് തന്നെ ഞാൻ പഠിച്ചു. അപ്പോൾ മാത്സ് പഠിച്ചപ്പോൾ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻസും അവർ ക്ലിയർ ചെയ്യുന്നുണ്ട് ആ ഒരു ലൈവിനകത്ത്. അപ്പം ഞാൻ ആ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം കുറച്ച് സ്പീഡിയിട്ട് കണ്ടാലും കുഴപ്പമില്ലാത്തൊരു സ്റ്റുഡൻ്റാണ്. പക്ഷെ ചിലർക്ക് പതിയെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും. അപ്പം ആ ലൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കര വലുതാണ്. ചിലത് 5 മണിക്കൂർ വരുന്നുണ്ട്, 4 മണിക്കൂർ വരുന്നുണ്ട്, 3 മണിക്കൂർ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഇത് വരുന്നുണ്ട്. 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന് തന്നെ 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുന്നതൊക്കെ ലൈവ് ഉണ്ട്. അപ്പം നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തി, ഈ ക്രിസ്മസ് വെക്കേഷന് നിങ്ങളായിട്ട് നിങ്ങളുടെ സമയം കണ്ടെത്തി ഈ ലൈവ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിൻ്റെ എക്സാം പക്കയായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാൽ ലൈവ് കണ്ട് ആ ഒരു ലൈവിൻ്റെ കൂടെ അത്രയും എൻസാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ഞാൻ ഓരോ ദിവസവും ഓരോ ലൈവ് വെച്ചിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ചെറിയ ചാപ്റ്റേഴ്സ് ആണ് 2 ലൈവ് ആണ്. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈവിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഫുള്ള് സോൾവ് ചെയ്യുക, എന്നിട്ട് എൻ്റെ നോട്ട്ബുക്കിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്നിട്ട് ഞാൻ എൻസിആർടി എടുത്തിട്ട് ഞാൻ എൻസിആർടിയിൽ ഓരോന്നായിട്ട് ഞാൻ ആ ലൈവ് നോക്കാതെ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് പഠിച്ചു. ഇങ്ങനെയാണ് ഞാൻ മാത്സ് പഠിച്ചത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു വട്ടം ഞാൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്, ഒരു വട്ടം ആ ലൈവിൻ്റെ കൂടെ ഞാൻ എൻസിആർടിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വന്തമായിട്ട് നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. ഇപ്പം നിങ്ങൾ ഇത്രയും ഒരു മോട്ടിവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ആ ലൈവൊക്കെ പോയി കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബിൽഡപ്പ് ആവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പ് തരാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ആ ലൈവ് ഇപ്പോൾ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ലൈവിൻ്റെ ലിങ്ക്സ് എല്ലാം കൂടെ കണ്ടുപിടിച്ച് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി, നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അതെങ്ങനെ അതിൻ്റെ ഏത് ഓർഡറിൽ കാണണം, അതിനെക്കുറിച്ച് കാണേണ്ടതിനെക്കുറിച്ചും അത് കണ്ടിട്ട് നിങ്ങളെങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ പ്ലേലിസ്റ്റും കൂടെ ടാഗ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നി നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്ലേലിസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ അത് കണ്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഷോർട്സ് വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഒരു +1 ഒരു ക്രിസ്മസ് എക്സാം, ഒരു മാത്സിന് ക്രിസ്മസ് എക്സാം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഒന്നും ആവുന്നില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 6 ദിവസം, എനിക്ക് ഏകദേശം 6 ദിവസം കണ്ടൊക്കെ ഉള്ളായിരുന്നു. അപ്പം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 7 ദിവസമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങൾക്ക് ഇനി എക്സാം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ജനുവരി 4-ാം തീയതി വരെ ഇന്ന് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 7 ദിവസം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള 100% റിസൾട്ട് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ എക്സാം ടഫ് ആണെങ്കിൽ കൂടി, എനിക്കാണ് 8 ഔട്ട് ഓഫ് 8 കിട്ടിയത്. കറക്റ്റായിട്ട് ഞാനതിൽ റീസൺ പറയുന്നുണ്ട്, എക്സാം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ കൂടി ഇത്രയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ സ്വന്തമായിട്ട് മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലൊരു ഐഡിയ വരും. ഇങ്ങനെ ഇത്രയും ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ സ്വന്തമായിട്ട് വരാൻ തുടങ്ങും. അതിന് നമ്മളെ തന്നെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോഴും നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു വെക്കേഷന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മാത്സ് ഉറപ്പായിട്ടും സെറ്റായിട്ടിരിക്കും. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനെ കോൺഫിഡൻസോടെ തന്നെ നേടാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി +2കാർക്ക് ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ഇട്ടാൽ മതി. അതിനെക്കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ട്. കാരണം എനിക്ക് കൂടെ ഒരു സെൽഫ് മോട്ടിവേഷൻ ആവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ട വീഡിയോസ് ഞാൻ തപ്പുന്നുമുണ്ട്. വീഡിയോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കൂടെ ചേർത്തൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും
നിങ്ങൾക്ക് ഇനി വേണ്ട വീഡിയോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കുറച്ചധികം ആളുകളിലേക്ക് എത്തിയും അവർക്കെല്ലാം ഉപകാരപ്രദമാവുകയും ചെയ്യും. അപ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ.